الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا فسيجزي الله الشاكرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകത്തിനാകമാനം റഹ്മത്തായിക്കൊണ്ട് പ്രവാചകനെ പറഞ്ഞയച്ച ഏകനായ അള്ളാഹുവിനെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട്
യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുത്തഖിയായി, അതോടൊപ്പം യഥാർത്ഥ മുവഹ്ഹിദായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. സർവ്വലോക സൃഷ്ടാവ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് റബീഉൽ അവ്വൽ 12 ആണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതും പ്രവാചകൻ ഹിജ്റ പോയതും അതോടൊപ്പം തന്നെ പ്രവാചകൻ മരണപ്പെട്ടതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. നബി ജനിച്ചതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളായി അഭിപ്രായപ്പെടുമ്പോൾ 9 എന്നും 10 എന്നും 12 എന്നും 16 എന്നും പറയുമ്പോൾ മുസ്ലിം ലോകം ഐക്യകണ്ഠേന ഒരൊറ്റ അഭിപ്രായമാണ്, പ്രവാചകൻ മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്, ആ ദിവസമാണെന്ന്. മക്കയും മദീനയും ഒക്കെ ദുഃഖസാന്ദ്രമായിട്ടുള്ള നിമിഷങ്ങൾ, മദീന മുഴുവൻ കരഞ്ഞ ദിവസമാണ് ഇന്ന്. നബി മരിക്കുന്നതിന് മുമ്പേ പ്രവാചകന്റെ ദൗത്യ നിർവഹണം പൂർത്തിയായിട്ടുണ്ട് എന്നും ഇവിടുന്ന് യാത്ര ചോദിക്കുവാൻ സമയമായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പല നിലക്കും പ്രവാചകൻ നൽകിയിട്ടുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. സൂറത്തുൻ നസ്റിന്റെ അവതരണം തന്നെ എടുത്താൽ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്നെത്തിക്കഴിഞ്ഞാൽ, وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا, ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ മതത്തിലേക്ക് വരുന്ന അവസ്ഥ നീ കണ്ടാൽ മക്ക വിജയിച്ചടക്കി. فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ് അള്ളാഹു, തൗബ സ്വീകരിക്കുന്നവനാണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ പല സഹാബിമാരും പൊട്ടിക്കരയുകയാണ്. പ്രവാചകന്റെ മരണത്തെ കുറിച്ച് വിളിച്ചറിയിക്കുന്ന അധ്യായമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമദാനിലും 10 ദിവസമാണ് ഇഅ്തികാഫ് ഇരിക്കുന്നതെങ്കിൽ പ്രവാചകൻ മരണപ്പെടുന്ന വർഷം 20 ദിവസം പ്രവാചകന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഇഅ്തികാഫ് ഇരുന്നപ്പോൾ പള്ളിയുടെ മറുഭാഗത്ത് പ്രവാചകന്റെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. പ്രവാചകന്റെ ആദ്യത്തതും അവസാനത്തതുമായ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മത്തിൽ അറഫ മൈതാനിയിൽ നടത്തിയ പ്രസംഗം അറിയപ്പെടുന്നത് തന്നെ ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങുന്ന ഹജ്ജ് എന്നുള്ള പേരാണ്. ആ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനസഞ്ചയത്തിനോട് ഹൽ ബല്ലഅതും, ഞാൻ എന്റെ ദൗത്യം നിങ്ങൾക്ക് പരിപൂർണമായി എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ ദൗത്യം പരിപൂർണമായും വ്യക്തമായും കൃത്യമായും അങ്ങ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് സഹാബത്ത് ഒന്നടങ്കം മറുപടി പറഞ്ഞ സമയത്ത് ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുമ്മശ്ഹദ് അല്ലാഹുമ്മശ്ഹദ് അല്ലാഹുമ്മശ്ഹദ്, പടച്ച തമ്പുരാനെ, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്യം ഞാനിതാ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതിന് നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകൻ ആ കൂട്ടത്തിൽ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽകാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ. ഈ ദിവസത്തിന് ശേഷം ഇതേ സ്ഥലത്ത് വെച്ച് നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. പ്രവാചകന് പോകാൻ സമയമായിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സഹാബത്ത് ഒന്നടങ്കം ജംറയിൽ കല്ലേറ് നടത്തുന്നതിനിടയിൽ പ്രവാചകൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുദൂ മനാസികകും, ഞാൻ ചെയ്തു തരുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി നിങ്ങൾ പഠിക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ ഹജ്ജ ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം മറ്റൊരു ഹജ്ജ് കർമ്മം കൂടി ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല. ഹജ്ജിന്റെ റുക്നുകൾ, ഹജ്ജിന്റെ കർമ്മങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ, ഞാനില്ലെങ്കിലും ഇനി ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന ആ സുന്നത്തിനെ ഒട്ടും തെറ്റാതെ, വെട്ടിമാറ്റാതെ, കൂട്ടിച്ചേർക്കാതെ നിങ്ങൾ കണ്ടുപിടിച്ചോളി. ഖുദൂ അന്നി മനാസികകും, ഓരോ കർമ്മങ്ങളും, അറഫയിലെ നൃത്തവും, ജംറയിലെ ഏറും, മുസ്തലിഫിലെ രാപ്പാർക്കലും, മിനയിലെ തമ്പിൽ കഴിയുന്നതും, അതുപോലെ തവാഫുൽ വിദാവും തവാഫുൽ ഇഫാദയും, ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്തത്, ഞാൻ എവിടുന്നാ തുടങ്ങിയത്, ഞാൻ ആദ്യം എന്താ ചെയ്തത്, ഞാൻ എങ്ങനെയാണ് അവസാനിപ്പിച്ചത്, കൃത്യമായിട്ട് പഠിച്ചോളെ. അപ്പുറത്ത് ചെയ്യാൻ, നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ അനുവാദമല്ല. മിനയുടെ തമ്പിൽ ഭൗതികമായിട്ടുള്ള മുഴുവൻ ക്രയവിക്രയങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി ആരാധന അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ആ സമയം മാറ്റിവെക്കുന്ന സമയത്ത് ലോഹറും അസറും ഒന്നിച്ചാണ് പ്രവാചകൻ നിസ്കരിച്ചത്. നേരല്ലാഞ്ഞിട്ട മഗ്രിബും ഇശാവും ഒന്നിച്ചാണ് ജമ്മായി നിസ്കരിച്ചത്. മക്ക പ്രദേശത്തിലുള്ള മുഴുവൻ ആളുകളും ആ തമ്പിലുണ്ടായിട്ടും പ്രവാചകന്റെ കൂടെ ചില ആൾക്കാരെ പറയും, എന്താ ഇത് ഒന്നിങ്ങനെ ഇരിക്കല്ലോ, എന്തിനാ അപ്പൊ ഇവിടെ ജമ്മാക്കണ്? നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തിനാണ് കല്ലെറിയുന്നത്? പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഇബ്ലീസിനെ അന്ന് ഇബ്രാഹിം നബി കല്ലെടുത്ത് ഓടിച്ചുവെങ്കിൽ എന്തിനാ ആജിമാര് കല്ലെറിയണത്? ചോദിക്കരുത്. സഭയിലും മർവയ്ക്കും ഇടയിൽ ഒരിക്കൽ ദാഹനീരിന് വേണ്ടി ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഓടുന്നത്? അത് ആണുങ്ങൾ ഓടിയാൽ മതി, പെണ്ണുങ്ങൾ ഓടും വേണ്ട. പെണ്ണുങ്ങളെ ഓട്ടം ഹാജറ ബീവി തീർത്തു കഴിഞ്ഞു. അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ഒരു പച്ച ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിന്റെ ഭാഗത്ത് ആണുങ്ങൾ മാത്രം ഓടിയാൽ മതി. അതെന്താ അങ്ങനെ? അജ്ജനല്ലേ, ഞങ്ങൾ ഇറാൻ കെട്ടി വന്നല്ലേ? ചോദ്യം ചെയ്യാതെ പരിപൂർണമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ അനുധാവനം ചെയ്യണം എന്നാണ് ഹജ്ജിന്റെ ആകത്തുക, ഇസ്ലാമിന്റെ ആകത്തുക. ഞാൻ പഠിപ്പിച്ചത് ചെയ്യാവൂ. അതിനപ്പുറം ദീനിന്റെ ഒരു കാര്യം നിങ്ങളുടെ അഭീഷ്ടത്തിനും താല്പര്യത്തിനും സൗകര്യത്തിനും ചെയ്യാൻ ദീനിൽ അനുവാദമല്ല. ഭൗതികമായി എന്ത് മാറ്റത്തിരുത്തലുകൾ ചെയ്തോളി, തോന്നിയമായി ജീവിച്ചോളി, ഇസ്ലാമികമായ ചുറ്റുപാടത്ത് ജീവിച്ചോളി.
പക്ഷേ മതപരമായ കാര്യം പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ റസൂൽ എന്നാണ് പ്രവാചകൻ അതന്നെ പറയണം. നബി എന്ന് പറയാൻ പറ്റൂല. നബി എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ റസൂൽ എന്ന് പറയാൻ പറ്റൂല. എന്താ റസൂൽ നബി ഒന്നല്ലേ? അതാണ് ഇസ്ലാം. വളരെ വ്യക്തമായിട്ട് പരിപൂർണമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു. മാത്രവുമല്ല, സഫർ മാസത്തിന്റെ തുടക്കത്തിൽ ഹിജ്റ 11 സഫർ മാസത്തിന്റെ തുടക്കത്തിൽ പ്രവാചകൻ ഉഹുദ് രണാങ്കണം യുദ്ധം നടന്ന സ്ഥലത്ത് പോയി അവിടെ ശുഹദാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ എന്റെ റബ്ബിലേക്ക് യാത്ര തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നതും ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും ഞങ്ങളെ മുമ്പിൽ പോവാ. ഞാൻ എന്റെ ഹൗദുൽ കൗസർ കാണുന്നു. മരണശേഷം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി നൽകപ്പെടുന്ന ഹൗദുൽ കൗസറിനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കിക്കാണുന്നു. കഴിഞ്ഞ കുത്തുബുകളിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും മുസ്ലിക്കായി മാറുമെന്നൊരു പേടി എനിക്കില്ല. എനിക്കുള്ള പേടി എന്താ? നിങ്ങള് നശ്വരമായ ഈ ദുനിയാവിന് പിന്നിൽ, ഈ ദുനിയാവ് നേടുന്നതിൽ നിങ്ങൾ മത്സരിച്ച് നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയാ. നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതാണ് ഞാൻ പേടിക്കുന്നത്, ദാരിദ്ര്യമല്ല. ശരിയല്ലേ? ദീനിനെ തവിട് പൊടിയാക്കി, സംഘടന പ്രത്യസ്തമായ തവിട് പൊടിയായി സമ്പത്തിനും അധികാരത്തിന്റെയും പേര് പറഞ്ഞ് സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്ത ആലോചനകള്. ഞാൻ പേടിക്കുന്നതാ സമ്പത്താണ്. ദാരിദ്ര്യം എനിക്ക് പേടിയില്ല. ഒട്ടിയ വയറുമായി കെട്ടിയ കല്ലുമായി ഖന്തഖ് കുഴിച്ച പ്രവാചകൻ ദാരിദ്ര്യത്തെ പേടിച്ചതില്ല. പേടിച്ചത് അധികാരം, സമ്പത്ത്, ദുനിയാവിന്റെ ഭൗതികമായ സൗകര്യം കൂടിയതല്ല. നമുക്ക് വല്യമാരൊക്കെ പറഞ്ഞു ബറ്റ് ബലങ്ങനെന്നതാ. ബറ്റ് ബലങ്ങനെന്നതിന്റെ കേടാണെന്ന് അറിയും. തിന്നത് കൂടിയിട്ടാണ്. ശരിയല്ലേ സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11 സഫർ 29 തിങ്കളാഴ്ച ഒരു ജനാസ കർമ്മം കഴിഞ്ഞ് പ്രവാചകൻ മടങ്ങവേ പ്രവാചകന് ശക്തമായിട്ടുള്ള തലവേദന തുടങ്ങി. അതാണ് മരണത്തിന് ഉള്ള ആ സുഖത്തിന്റെ തുടക്കം. സഫർ 29 തിങ്കളാഴ്ച 11 ദിവസം പ്രവാചകൻ രോഗിയായി കിടന്നു. എന്നിട്ടും പ്രവാചകൻ വളരെ പ്രയാസപ്പെട്ട് ആ സമൂഹത്തിന്റെ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേച്ച് പ്രവാചകൻ കടന്നു വരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. പ്രവാചക രോഗം മൂർജിച്ചു. പ്രവാചകന് സ്വന്തം നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇടയ്ക്കിടെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൽ പ്രവാചകൻ ചോദിക്കുക, ഐന അനൽ യൗം, ഐന അനൽ യൗം, ഐന അന ഗദ്. നാളെ ഞാൻ കൂടെ നിൽക്കുക. ഒന്നിലധികം ഭാര്യമാരുള്ള പ്രവാചകന് അവരുടെ അനുവാദമില്ലാതെ മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റൂല. എല്ലാ ഭാര്യമാരും പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിൽക്കാനാ. എല്ലാവരും അനുവാദം നൽകി. അങ്ങനെ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടുകൂടി ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക്, മസ്ജിദുൻ നബവിയുടെ ഓരത്തുള്ള ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുക. ഫള് ഇബ്നു അബ്ബാസും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും തോളിൽ കൈയിട്ട് കാല് നിലത്ത് വേച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നത്. പ്രവാചകൻ മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ബുധനാഴ്ച പ്രവാചകന് വേദന ശക്തമായി, ബോധക്ഷയം വന്നു. 7 തവണ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുക. നേരിയൊരു ആശ്വാസം തോന്നി. പതുക്കെ അദ്ദേഹം
നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടുത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി. പ്രവാചകൻ മരിക്കുമ്പോഴും പ്രവാചകന്റെ വ്യാകുലത, പേടി എന്താ നിങ്ങള്? ലഅനല്ലാഹു യഹൂദ വന്നസാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവരെ കൂട്ടത്തിലാക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത്തഹദു ഖുബൂറ അംബിയാഹി മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ പള്ളികളാക്കി മാറ്റിയിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമായി, ഒരു പ്രതിമയായി, ഒരു പ്രതിഷ്ഠയായി എന്റെ ഖബറിനെ മാറ്റല്ലേ എന്നാണ്. ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾ എന്താ മാറ്റമോ? നിങ്ങൾ നീട്ടിവെച്ച ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ നിർത്തിവെച്ച പ്രതിമയെ ആരാധിക്കുന്നുണ്ട്. നമ്മളും നിങ്ങളായിട്ട് മാറ്റമൊന്നുമില്ലല്ലോ. ഞങ്ങൾ കുത്തിച്ചാരി വെച്ച പ്രതിമയെയും പ്രതിഷ്ഠകളെയും, ചില ആൾക്കാരെ ഖബറിനെ നീണ്ടു പോവുക കിലോമീറ്ററോളം. ദീന് പഠിപ്പിച്ച പ്രവാചകൻ ആയിഷാർദാന്റെ വീട്ടിലാ. നമുക്ക് പറയാ കാര്യം, നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹി മസാജിദ, എന്റെ ഖബറിനെ ആരാധനക്കുള്ള സ്ഥലമാക്കി മാറ്റല്ലേ എന്ന് പ്രവാചകനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്ന് മസ്ജിദുൻ നബവിയുടെ ഉള്ളിലായിരുന്നില്ല പ്രവാചകന്റെ ഖബർ. പിൽക്കാലത്ത് തുർക്കികളുടെ അതിപ്രസരത്തിലാണ് ആ കുബ്ബയും അതുപോലെ തന്നെ ആ മസ്ജിദ് നബിയുടെ ഭാഗത്തേക്ക് വികസിച്ചു കൊണ്ട് ചേർത്തിയത്. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടില് പ്രവാചകന് രോഗിയായി കിടക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, എന്നോട് പടച്ച തമ്പുരാൻ ഈ ദുനിയാവോ അതല്ല പരലോകമോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരലോകത്തെ സ്വീകരിച്ചു എന്ന് പ്രവാചകൻ സഹാബത്തിനെ അറിയിക്കുകയാണ്. മാത്രവുമല്ല പ്രവാചകൻ പറഞ്ഞു, വലൗ കുൻതു മുത്തഖിദൻ ഖലീല മിൻ ഉമ്മതി ലത്തഖദതു അബൂബക്കർ ഖലീല, എന്റെ ഈ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരാളെ ഞാൻ എന്റെ ആത്മമിത്രമായി സ്വീകരിക്കുവാൻ എന്റെ റബ്ബ് എനിക്ക് അനുവാദം തരുമായിരുന്നെങ്കിൽ എന്റെ അബൂബക്കറിനെ, എനിക്ക് ആപത്ത് ഘട്ടത്തിൽ എന്റെ കൂടെ വന്ന സാമ്പത്തികമായി പ്രയാസമുണ്ടായപ്പോൾ എനിക്ക് ആശ്വാസമായി തീർന്ന എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്റെ ആത്മമിത്രമായി സ്വീകരിക്കും. പ്രവാചകനെ സ്വീകരിക്കാൻ പറ്റൂല. വിശ്വാസികളെ മുഴുവൻ മിത്രമായി സ്വീകരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അന്ന് അബൂബക്കറാണ് എന്റെ സഹവാസത്തിനും സാമ്പത്തികമായി സഹായിക്കാനുള്ളത്. 4-ാമത്തെ ദിവസം പ്രവാചകൻ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച പ്രവാചകൻ 3 വസിയത്ത് നടത്തി. എന്താണ് വസിയത്ത്? ഒന്നാമത്തത്, മക്കയിലും മദീനയിലും ജസീറത്തുൽ അറബിൽ ഈ മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ. അതുവരെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും ഒക്കെ ഉണ്ടായിരുന്നു മക്കയിലും മദീനയിലും. ഇനി അങ്ങോട്ട് മക്കയിലും മദീനയിലും മുസ്ലിങ്ങളെ ഉണ്ടാകാവൂ. അവർക്ക് ഒഴിഞ്ഞു പോകാത്ത ആളുകളെ നിങ്ങൾ പറഞ്ഞേക്കണം. മൂന്നാമതായി പറഞ്ഞു, എനിക്ക് എന്റെ ഉമ്മത്തിനോട് പറയാനുള്ളത്, ഏതേത് പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായാലും നിസ്കരിക്കാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു തലവേദന ഉണ്ടാകുമ്പോൾ, ഒരു ജലദോഷം ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ അസുഖം ഉണ്ടാകുമ്പോഴേക്കും നിസ്കരിക്കാതെ, ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ, ഒരു തക്കാരം ഉണ്ടാകുമ്പോൾ, ഒരു ടൂർ ഉണ്ടാകുമ്പോൾ നിസ്കാരത്തെ കളയുന്ന നമ്മൾ ആലോചിക്കണം. ആ രോഗാവസ്ഥയിൽ പ്രവാചകൻ പറഞ്ഞത് അറിയോ? ഏത് പ്രതികൂല സാഹചര്യത്തിലും നിസ്കാരങ്ങള് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. പ്രവാചകൻ അന്നേ ദിവസം 4 നേരം പ്രവാചകനാണ് ഇമാം എന്നത്. ഇശാഇന്റെ സമയമായപ്പോഴ് പ്രവാചകൻ ബോധരഹിതനായി, വെള്ളം ഒഴിച്ചു, പിന്നെയും ബോധം വന്നു, 3 തവണ ബോധരഹിതനായി. ഈ സന്ദർഭത്തിൽ ആയിഷാബിനോട് പറഞ്ഞു, നിന്റെ ഉപ്പാനോട് ഇമാമിക്കാൻ പറയും. ആയിഷ പറഞ്ഞില്ല.
ഇപ്പാക്ക് ഇമാം എന്നാല് ഓതാൻ കഴിയില്ല. ഇപ്പ കരയുള്ളൂ. കരച്ചിനിടയിൽ കിറാത്ത് കേൾക്കൂല. പിന്നെയും പറഞ്ഞ അവസാനം പ്രവാചകൻ ശക്തമായി പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു ഇമാമായി നിസ്കരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിന്നിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. പ്രവാചകന് നിസ്കാരത്തിന് വരാൻ കഴിയാതെ അത്രമാത്രം രോഗം മൂർച്ഛിച്ചുകൊണ്ട് ആയിഷ ബീവിയുടെ റൂമില് കിടക്കുകയാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം പ്രവാചകന് ഖദീജ റളിയല്ലാഹു സമ്മാനിച്ചിരുന്ന അടിമകളെ മോചിപ്പിക്കുകയും കയ്യിലാകെ ഉണ്ടായിരുന്ന 7 ദീനാറ മക്ക സാമ്രാജ്യത്തിന്റെ, മദീന സാമ്രാജ്യത്തിന്റെ അധിപനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ 7 ദീനാറ ബാക്കിയുള്ളത്, അത് മുഴുവൻ ദാനം ചെയ്തു. താൻ യുദ്ധത്തിന് ഉപയോഗിച്ച വാള് മുസ്ലിങ്ങൾക്കായി സംഭാവന നൽകി. അന്ന് കത്തിക്കാൻ വിളക്കിൽ ഒഴിക്കാൻ മണ്ണെണ്ണല്ല. പ്രവാചകൻ കടം വാങ്ങി. ഇവിടെ പാടി നടക്കുന്ന താരങ്ങള് ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുർജി. നിങ്ങൾക്കിണ പെരേല് വിളക്കിന്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഇങ്ങനെ കത്തുകയാണ്. വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ നിങ്ങൾ ആലോചിക്കണം. കടം വാങ്ങുന്ന അവസ്ഥയിലാണ് പ്രവാചകൻ മരണപ്പെടുന്നത്. കുറച്ച് ഗോതമ്പിന് വേണ്ടി തന്റെ പടച്ചട്ട ജൂതന്റെ കയ്യിൽ പണയം വെച്ച അവസ്ഥയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മരണപ്പെടുന്നത്. നീ ദരിദ്രവാസിയായപ്പോൾ നിനക്ക് ഞാൻ സമ്പന്നത നൽകിയെന്ന് ഖുർആൻ പറയുന്ന പ്രവാചകൻ നേടിയ സമ്പന്നത ഏതാ? കോടികളുടെയും ലക്ഷങ്ങളുടെയും ബാലൻസ് ആണോ? പറമ്പുകളാണോ? എസ്റ്റേറ്റുകളാണോ? പ്രോപ്പർട്ടികളാണോ? എന്താ പ്രവാചകൻ നേടിയ സമ്പന്നത? സഹോദരങ്ങളെ, യഥാർത്ഥ സമ്പന്നത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമ്പന്നത. എത്ര കിട്ടിയാലും മതിവരാത്ത നമ്മൾ, കോടികളും ലക്ഷങ്ങളും ഉണ്ടായാലും നമ്മൾ ദരിദ്രവാസിയ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് എന്താണോ റബ്ബ് നമുക്ക് നൽകിയതെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന, അതാണ് സമ്പന്നത. സഹോദരങ്ങളെ, നമ്മൾ ഈ റബീഉൽ അവ്വൽ 12 എന്ന് മനസ്സിലാക്കണ്ടേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുക. മരിക്കണ ഇസ പ്രവാചകൻ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വളരെ ആഗ്രഹമുണ്ട്. പ്രവാചകനാണ് ഇമാമുക്കല്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമ് നിൽക്കുന്ന രംഗം, അവിടുത്തെ വീടിന്റെ വിരി മാറ്റിക്കൊണ്ട് പ്രവാചകൻ മനസ്സ് നിറയെ കാണുകയാണ്. പ്രവാചകനെ കണ്ട സഹാബത്ത്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇമാമായി നിസ്കരിക്കാൻ വരുമെന്നത് കൊണ്ട് ഒരു നിസ്കാരം വരെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. തുടരുക എന്ന നിലക്ക് അടുത്ത സമൂഹത്തിന്റെ ഇമാമായി അബൂബക്കറാണെന്നുള്ള പ്രഖ്യാപനം നിസ്കാരത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പ്രഖ്യാപിക്കുക. സഹോദരങ്ങളെ, പ്രവാചകന് ആശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് അടുത്ത ദേശത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. ളുഹയുടെ നേരമായപ്പോഴേ പ്രവാചകന്റെ വേദന കൂടുകയും പ്രവാചകനെ അങ്ങ് ആലോചിച്ച് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ പറയാ, ഇന്നലിൽ മൗതി സക്രാത്ത്, മരണത്തിന്റെ വേദന അസഹ്യമാണ്. ഞാൻ അന്ന് ഖൈബറിൽ നിന്ന് ജൂത സ്ത്രീ എനിക്ക് നൽകിയിട്ടുള്ള ആടിന്റെ കരളിൽ ചേർത്ത് വെച്ച ആ വിഷമില്ലേ, അത് ഞാൻ അനുഭവിക്കുക. തങ്ങന്മാർക്ക് പാമ്പടിച്ചാൽ യേശൂല. നമ്മുടെ പ്രിയപ്പെട്ട തങ്ങള്, പ്രവാചകനേക്കാളും വലിയ തങ്ങളുണ്ടോ? ആ പ്രവാചകൻ വരെ മരിക്കുന്ന സമയത്തും ഖൈബറിന്റെ വേളയിൽ ഞാൻ ഭക്ഷിച്ച ആടിന്റെ കരളിൽ ജൂതൻ ചേർത്തിയ ആ വിഷത്തിന്റെ പ്രത്യാഘാതം ഞാൻ അനുഭവിച്ചുകൊടുക്കുക. ഇന്നലിൽ മൗതി സക്രാത്ത്,
പെടഞ്ഞുകൊണ്ടിരിക്കുക പ്രവാചകന്. ആലോചിക്കണം, പെടഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ അടുത്ത് വിഷമത്തോടുകൂടി കരളിന്റെ കഷ്ടമെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ഫാത്തിമ വരിക. ഉടനെ പ്രവാചകൻ പറഞ്ഞു, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോളെ, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉപ്പാക്കിഞ്ഞ് വേദന ഉണ്ടാവില്ല മോളെ. ഇത് അവസാനത്തെ വേദനയാണ് മോളെ. മോളെ സമാധാനിക്ക്. കണ്ണിലേക്ക് ചേർത്തി പിടിച്ച് കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹുവിന്റെ കാതിൽ മന്ത്രിച്ചു. ഉടനെ ഫാത്തിമ റളിയല്ലാഹു പൊട്ടി പൊട്ടി കരയാ. അടുത്തതായി ഒന്നും കൂടി വിളിച്ച് ചേർത്തിക്കൊണ്ട് അടുത്ത കാര്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു ചിരിച്ചു. ആദ്യം പറഞ്ഞെന്തറിയോ? ഞാൻ മരിക്കാൻ പോവാ. ഫാത്തിമ ഞാൻ മരിക്കാൻ പോവാണ്. അതാണ് ഫാത്തിമ കരഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, സ്വർഗീയ സ്ത്രീകളിൽ നേതാവ് നീയാണ്, നീയായിരിക്കും ആദ്യമായി എന്നോടൊപ്പം ചേരുക എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ചിരിച്ചു. മരിക്കുന്ന കാര്യം പ്രവാചകന്റെ കൂടെ പെട്ടെന്ന് എത്തല്ലോ. ആലോചിച്ച് നോക്കി. ആ സന്ദർഭമാണ് ഹദീസുകളിൽ കാണുന്നത്. ഒരു ഖുതുബയിൽ നമുക്ക് വിശദീകരിച്ചാൽ സമയം ഉണ്ടാവില്ല. ഇന്നലിൽ മൗതി സക്രാത്ത്, ഇന്നലിൽ മൗതി സക്രാത്ത്, മരണത്തിന്റെ വെപ്രാളം അതിരൂക്ഷമാണ്. പ്രവാചകൻ 3 തവണ ഫീ റഫീഖിൽ അഅ്ലാ, ഫീ റഫീഖിൽ അഅ്ലാ, ഫീ റഫീഖിൽ അഅ്ലാ, പടച്ച തമ്പുരാനെ ഉന്നതമായിട്ടുള്ള സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ, അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ, സിദ്ദീഖുമാരുടെ കൂട്ടത്തിൽ, സ്വാലിഹുകളുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചോദിക്കുകയാണ്. മദീന മുഴുവൻ പൊട്ടി പൊട്ടി കരയുന്ന ദിവസമാണ് സഹോദരങ്ങളെ. ആലോചിച്ചു നോക്കി, എങ്ങനെ നമ്മൾ ആഘോഷിക്കും? എങ്ങനെ ആഘോഷിക്കും? റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് സുനിശ്ചിതമായി എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ ദിവസം. ഇന്നലെ ഞാന് ഒരു യാത്രയിലായിരുന്നു. മലപ്പുറം ടൗണിലൂടെ ഞാൻ അങ്ങനെ പോരുമ്പോൾ വാഹനങ്ങൾക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേരിൽ ഘോഷയാത്ര നടത്തി വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുക. ഇമാതത്തുൽ അദാ അനിത്തൊരീക്ക് സ്വതക്കത്തുൻ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ ജന്മദിനം റോഡുകൾ, വഴിയോരങ്ങൾ, ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും, എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും, അത്യാവശ്യങ്ങൾക്ക് ഓടുന്ന ആളുകൾ ഉണ്ടാകും. ബ്ലോക്കായ 4 ആൾ അറിയട്ടെ, ഞങ്ങളെ ജന്മദിനം ആഘോഷം 4 ആൾ അറിയട്ടെ. സഹോദരങ്ങളെ, ആരെ കാണിക്കാനാ? അള്ളാന്റെ റസൂല് സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച സഹാബത്ത് ഒരു തവണയെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നടത്താമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബിദ്അത്ത് ചെയ്യുന്ന, ഔദുൽ കൗസർ നിഷേധിക്കപ്പെടുന്ന ആ ജനസഞ്ചയത്തിൽ നിന്ന് പരിപൂർണമായി മാറി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാൻ മോഹമുള്ള ആളുകൾ, പ്രവാചകന്റെ സുന്നത്തുകള്, പ്രവാചകന്റെ ചര്യകള്, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖികളാകാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്കെല്ലാവരെയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രവാചകൻ മരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രവാചകന്റെ മരണം കഴിഞ്ഞ് പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷം മദീന മുഴുവൻ തേങ്ങുകയാണ്. തൽബിയത്തിന്റെ വചനം ചെല്ലുന്ന രൂപത്തിൽ സഹാബത്ത് ഒന്നായി തേങ്ങുന്ന ആ രംഗം കണ്ടുവരികയാണ്. ഊരിപ്പിടിച്ച വാള്,
ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ പ്രവാചകൻ മരിച്ചെന്നാരെങ്കിലും പറഞ്ഞാൽ ശരിയാക്കും ഞാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകന്റെ മുഖത്തിൽ നിന്നും തുണി മാറ്റി നെറ്റിത്തടത്തിൽ ചുംബിച്ച് അദ്ദേഹം പറഞ്ഞു, ലാ യദൂകല്ലാഹു മൗതൈനി അബദ. നിങ്ങൾക്ക് രണ്ട് മരണമല്ല, ഒരൊറ്റ മരണമുള്ളൂ. പ്രവാചകൻ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, അലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അലാ മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് നിങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്നെങ്കിൽ ആ മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ഇതുവരെ ആരാധിച്ചതെങ്കിൽ ആ അല്ലാഹു ഹയ്യാണ്, ലാ യമൂതു, മരിക്കൂല എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ട് മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ ഊരിപ്പിടിച്ച വാളുമായി അദ്ദേഹം പറഞ്ഞത് ഹദീസിൽ കാണാം, വല്ലാഹി മാ മാത റസൂലുള്ളാഹ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മരിച്ചിട്ടില്ല. ഇന്ന റിജാലൻ മിനൽ മുനാഫിഖീന അന്ന റസൂലുള്ളാഹി തൂഫിയ. മുനാഫിഖുകളിൽപ്പെട്ട ആളുകൾ പറയാ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇതാ മരിച്ചിരിക്കുന്നു. വഇന്ന റസൂലുള്ളാഹി വല്ലാഹി മാ മാത്, പടച്ചോനാ സത്യം, എന്റെ പ്രവാചകൻ മരിച്ചിട്ടില്ല. വലാകിന്നഹു ദഅബ ഇലാ റബ്ബിഹി കമാ ദഅബ മൂസ ഇബ്നു ഇംറാൻ. ഇംറാന്റെ മകനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 40 ദിവസം അദ്ദേഹം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി തൂരി സീന പർവ്വതത്തിലേക്ക് പോയതുപോലെ എന്റെ പ്രവാചകൻ പോയതാ. ഫഖാബ അൻ ഖൗമിഹി 40 ലൈല, 40 ദിവസം തന്റെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം മാറി. സുമ്മ റജഅ ബഅദ അൻ ഖീല ഖദ് മാത്. അന്ന് തൗറാത്ത് വാങ്ങാൻ പോയപ്പോഴും അവരൊക്കെ മൂസാ നബി മരിച്ചു എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മരിച്ചിട്ടില്ല, തിരിച്ചു വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരാണ് ഉമർ? ഉൾക്കൊള്ളാനായില്ല. മരിച്ചു എന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹം പറയാ, വല്ലാഹി ലയർജി അന്ന റസൂലല്ലാഹ്, എന്റെ പ്രവാചകൻ തിരിച്ചു വരും. ഫലയുകതി അന്ന ഐദി റിജാലിൻ വഅർജുലുഹും യസ്അമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. എന്റെ പ്രവാചകനെങ്ങാനും മരിച്ചെന്ന് പറഞ്ഞ കയ്യും കാലും ഞാൻ വിട്ടു. ഫളറബ്തഹു ബിസൈഫി, എന്റെ ഈ വാള് കൊണ്ട് അവന്റെ കഥ കഴിക്കും. ഈ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിൽ ഒരു ആയത്ത് ഓതി. എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിയ ആയത്തതാണ്. ആൽ ഇംറാനിലെ, സൂറത്തു ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്ത്. ഉഹുദ് യുദ്ധ രണാങ്കണത്തിൽ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് രണാങ്കണം വിട്ട് ഓടിയ സമയത്ത് അവതരിപ്പിക്കട്ട അതേ ആയത്തെടുത്തുകൊണ്ട് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്. മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഒരു പ്രവാചകനെ പോലെയാണ് മുഹമ്മദ് നബി. മുമ്പുള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ്. ആ പ്രവാചകൻ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ മരിച്ചു എന്ന് വിചാരിച്ച് മതത്തിൽ നിന്നും നിങ്ങൾ പിന്മാറുകയാണോ? നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞാൽ പടച്ച തമ്പുരാന് യാതൊന്നും സംഭവിക്കാനില്ല. ഈ ആയത്താണ് ഇറങ്ങിയപ്പോൾ ഉമറുള്ളാന്റെ ഈ ആയത്ത് മിമ്പറെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച കയ്യത്തെ വാള് അറിയാത്ത ആളാണ് അപ്പണ്ടിറങ്ങിയ ആയത്ത്, അപ്പണ്ടിറങ്ങിയ ആയത്തായി തോന്നിയിരിക്കുന്ന
ഖുർആൻ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ചില രംഗത്ത് ചില കാര്യം ഇപ്പൊ ഞാൻ കുത്തുമ്പ ഇങ്ങനെ പറയുമ്പോഴേ പലർക്കും തോന്നുന്നു ഇന്നെ കുറിച്ച് തന്നെ ഇന്നെ കുറിച്ച് തന്നെ ഉസ്താദിനോട് ആരെ പറഞ്ഞു കൊടുത്തേ ഇങ്ങനെ തോന്നണം, ഇങ്ങനെ തോന്നണം എന്നാ. അതാണ് ഖുർആന്റെ പ്രത്യേകത. അപ്പൊ ഇറങ്ങി ആക്കാൻ തോന്നില്ല. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ആ പ്രവാചകൻ മരണപ്പെട്ട ദിവസം ആഘോഷിക്കാനല്ല, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുമെന്നുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ളതാ. വമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്തിനെ ആര് സ്നേഹിച്ചുവോ അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവും. പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കാലാകാലം കഴിയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ എല്ലാ വിദ്അത്തുകളെയും ദൂരെ വലിച്ചെറിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ത് പറഞ്ഞുവോ അതെടുക്കുക. വഹാബിന്ന് വിളിച്ചോളി, പുത്തൻവാദിന്ന് വിളിച്ചോളി, നമ്മളെ പ്രസംഗവും കുത്തുബയും ക്ലാസും കേൾക്കണ്ടെന്ന് പറഞ്ഞോളി. പഠിച്ചങ്ങൾ വരണ്ട. നിങ്ങൾ സ്കെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചെറുക്കയ്യൊരുവാദിന്ന് ചെറുക്കയ്യാത്ത 40 ആളുകള് ഒരു മയ്യത്തിൽ നിസ്കരിച്ചാലാണ് ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ആലോചിച്ചു. ഈ കാലത്ത് പറയാ പോകരുത്, ക്ഷണിച്ചാൽ കൂടരുത്. നിങ്ങൾ ഈ ദുനിയാവില് ഒരു അമുസ്ലിം സഹോദരൻ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക എന്നെങ്കിലും നിങ്ങൾ പറയുന്നത് പഠിപ്പിച്ച് നമ്മള് ഷഹാദത്ത് കരിമ ചൊല്ലിയ ദീനിന്റെ വാക്താക്കളായ നമ്മള് എന്ത് തെറ്റെയ്തത്, എന്ത് പുത്തൻവാദം നമ്മൾ ചെയ്തത്, എന്ത് വിദ്യത്തെ നമ്മൾ ചെയ്തത്? സഹോദരങ്ങള്, സമൂഹമേ, നിങ്ങൾ ആലോചിക്കണം. ഈ നേതാക്കന്മാര് അവര് ദീന് യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പലതും നഷ്ടപ്പെടും. കൈമടക്ക് കിട്ടൂല. നിങ്ങൾക്ക് ദീന് വേണോ ദുനിയാവ് വേണോ? ദീന് വേണോ ദുനിയാവ് വേണോ? ശരിക്കും ആലോചിച്ചോളി. മരിച്ചാല് മൂല്യന്മാർക്ക് കോള, ജനിച്ചാല് കോള, 40-ന് കോള, അടിയന്തരത്തിന് കോള. മരിച്ച വീട്ടുകാർക്ക് 3 ദിവസം ഭക്ഷണം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന. ആ മയ്യത്ത് തസ്ബീഹ് ചൊല്ലി വരുന്നതിന് മുന്നേ ചെമ്പ് വെക്കുക. 3 കണ്ണൂക്ക് വല്ലാത്തൊരു ഊക്കന്നെ, ചെറിയ ഊക്കൊന്നുമല്ല. ഇമ്മാന്റെയും ബാപ്പാന്റെയും കണ്ണ് ശരീരത്തിൽ നിന്ന് അടർന്നു വീണന്ന് പായസം കുടിച്ച. ഇതൊക്കെ വിദേത്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅ യഥാർത്ഥമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വാക്താക്കൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ സമയത്ത് അതിക്രമിച്ചു പോകും, ഞാൻ പേടിക്കുക. എന്താ പറയാ? എല്ലാരും അതിനായത്ത്, എല്ലാരും പറഞ്ഞ ഹദീസ്, ഞങ്ങൾ എന്താ ചെയ്യാ? മൂല്യന്മാരൊക്കെ ആയത്തോദ്യ, നിങ്ങളും ആയത്തോദ്യ, ഞങ്ങൾ എന്താ കാട്ടുക? ഭൗതികമായ സമയത്ത് ചന്ദ്രിക സോപ്പ് വരെ അറിയാം, ഓല സോപ്പാ നല്ലത്. സന്തൂർക്കാർ വരെ അവരുതാണ് നല്ലത്. ലൈഫ് ബോയ് വരെ ഓല നല്ലത്. നിങ്ങൾ എന്താ കാട്ടുക? ഒരു സോപ്പും വേണ്ടെന്ന് വെച്ചറിയോ? ഒന്ന് വാങ്ങി തേച്ചു നോക്കും, ഏതാ നല്ലത്. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചു. നമ്മളെ വീടിന്റെ പണിക്ക് പറയുന്നുണ്ട്, അടുക്കള അവിടെ അല്ലട്ടോ നല്ലത്, ഇവിടെ നല്ലത്, ബാത്റൂം അവിടെ, അണ്ട പണി വെക്കും. ഞങ്ങൾ കണ്ടമായി ചെയ്യുന്നു അറിയില്ലേ? ഭൗതികമായ കാര്യത്തിൽ ഇതേ രൂപത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് മതപരമായ വിഷയത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ കഴിയാം. എന്നെ പ്രവർത്തിച്ചത് എന്റെ നേതാക്കളാണ്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുക റബ്ബേന്ന് പറയുമ്പോ നേതാക്കന്മാർക്ക് മാത്രമല്ല നിങ്ങൾക്കുണ്ട് ശിക്ഷന. ഖുർആന്റെ ആയത്താ. അതുകൊണ്ട് നമ്മളെ പരലോകം നമ്മുടെ അമലിനനുസരിച്ച. അതുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, പ്രവാചകന്റെ ചര്യയിലേക്ക് തിരിച്ചു വന്ന് യഥാർത്ഥ മുത്തബിഉ സുന്നയായി പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പടച്ചവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.